എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന താമസമെന്തേ വരുവാൻ എന്ന ഗാനത്തിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ സിത്താറും വയലിനും ചേർന്ന് വരും, പിന്നെ ഹവൻ ഗിറ്റാർ വരും, പിന്നെ വയലിൻ മാത്രം വരും, പിന്നെ വീണ്ടും ഹവൻ ഗിറ്റാർ വരും. അതിൻ്റെ എൻഡിൽ ഒരു ഫ്ലൂട്ടിൽ, ബേസ് ഫ്ലൂട്ടിൽ ഒരു ചെറിയ പീസ് വരും. ഈ ഫ്ലൂട്ട് ഇതിൽ വായിച്ചിരിക്കുന്നത് എൻ്റെ മദ്രാസിലെ ഹിന്ദുസ്ഥാനി പഠിപ്പിച്ച ഗുരു മഹാനായ ശ്രീ ഗുണസിംഗ് സാറാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളെ കൂടെ ഇല്ല. അദ്ദേഹം ഒരു 10-12 വർഷം മുമ്പ് നമ്മളെ വിട്ടുപോയി. ബാബുരാജ് മാഷിൻ്റെ പ്രിയപ്പെട്ട ഫ്ലൂട്ടിസ്റ്റും മദ്രാസിലെ ഏക ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടിസ്റ്റുമാണ് ശ്രീ ഗുണസിംഗ് സാറ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ഹൃദയം സമർപ്പിക്കുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെക്കൻഡ് വരുന്നത് പനി സരി നിസ പദ മപ ഗമ സ മഗ പ മ പ സ. ഇത് സിത്താറും വെസ്റ്റേൺ വയലിനും കൂടി ചേർന്ന് വായിച്ചിരിക്കുന്നത്. പനി സരി നിസ പദ മപ ഗമ പനി സരി നിസ പദ മപ ഗമ സ മഗ പ മ സ മഗ പ മ പ സ. അപ്പൊ സ ഗ മ പ സ എന്ന് പറയും. പനി സരി നിസ പദ മപ ഗമ സ ഗ മ പ സ. വയലിനും സിത്താറും ചേർന്ന് എന്നിട്ട് വായിക്കാം. അതിൻ്റെ ആൻസറായിട്ട് ഹവൻ ഗിറ്റാർ നിസ നി നിസ നി പ പ മ മ ഗ ഗ സ നി സ മ ഗ മ നി പ. നിസ നിസ നി പ പ മ മ ഗ ഗ സ സ നി നിസ നി പ പ മ മ ഗ ഗ സ നി നിസ നി പ പ മ മ ഗ ഗ സ നി സ മ ഗ മ നി പ സ സ മ ഗ മ നി പ. ഒരു മൈന്യൂട്ട് സെക്കൻഡ് കേട്ട നീപ്പ വായിച്ചത് സഗമനിപ്പ അങ്ങനെ വെച്ചത്. അത് കണ്ടിട്ട് വയലിൻസ് മാത്രം ചേർന്ന് വരും. ദ നി സ ദ മ പ ഗ മ സ രി ദ നി സ ദ മ പ ഗ മ സ രി അങ്ങനെ വരും. ഇതാണ് വയലൻസ് വരുന്നത്. അതിൻ്റെ എൻഡിൽ മേരി മദനി സദതമ മേരി മദനി സദതമ. അതിൻ്റെ എൻഡിൽ ഫ്ലൂട്ട് പനി ധനി പദാനി മാപ്പ പനി ധനി 1 2 പനി ധനി പദാനി പദാനി മാപ്പ 1 2 പനി ധനി പദാനി മാപ്പ പനി ധനി പദാനി മാപ്പ. അങ്ങനെ ഫ്ലൂട്ട് ആയിരുന്നു. അപ്പം ഹവൻ ഗിറ്റാർ മേരി മദനി സദത മമ മാപ്പ മേരി മദനി സദത പ മാപ്പ
മിഡിലാണ് ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ദ മമ 1 2 അങ്ങനെ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കാം. പനി സരി നിസ പദ മ പ ഗ മ സ മ ഗ മ പ സ നിസ നി പ പ മ മ ഗ ഗ സ സ നി സ മ ഗ മ നി പ ദ നി സ ദ ആ മ പ ഗ മ സ രി നി രി മ ദ നി സ ദ ദ മ മ പ നി ദ നി പ ദ മ പ. അത് ഞാൻ ഒറ്റക്കൊന്ന് വായിച്ചു നോക്കാം ഒരുമിച്ച്. ഇങ്ങനെയാണ് വരുന്നത്. ഒരു തവണ കൂടി ഒന്ന് വായിച്ചു നോക്കാം. 1 2 3 1 2 3. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഇനി ഒരു ചരണം കൂടി ഉണ്ട്. ചരണം വേറെ ട്യൂണാണ്. അതിന് കഴിഞ്ഞാൽ ഈ പാട്ട് തീരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് കൂട്ടുകാരിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അവസാന ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.